Hello guys and girls, welcome back to my channel. Hi. Hi. Kia. Hi. അപ്പോൾ ഐ എം ബാക്ക് വിത്ത് അനദർ വ്ളോഗ്. ഞങ്ങളുടെ ലൈഫിലൊരു റാൻഡം ഹാപ്പി ഡേ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തൊരു വ്ളോഗാണ് കേട്ടോ അത്. വാലൻറ്റൈൻസ് ഡേ സർപ്രൈസായി വന്നു. സാഗറിന് ഒരു വാലൻറ്റൈൻസ് ഡേ എക്സാം കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുള്ളത്. Most annoying habit. Okay, stealing the blanket, taking forever. Hey, never. To reply the text. No. She is the fastest one to reply. Always being right. അടുത്ത ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. Singing the wrong lyric. Oh my god. This is ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്നെ റേറ്റിംഗ് ചെയ്തോളൂ. ഓക്കെ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എടുത്ത നല്ല സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ സ്ഥലത്ത് പോയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേറെ ചെയ്യാം. പക്ഷേ ഇന്ന് ഞങ്ങൾ പോണ സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ഇന്നൊരു ഫാമിലി ഔട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുംബൈയിൽ നിങ്ങൾ വരുമ്പോൾ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ ഞങ്ങളുള്ളത് ജൂ ബീച്ചിലാണ്. നിങ്ങൾ വരുമ്പോൾ എന്തായാലും പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഫോട്ടോ എടുക്കില്ലല്ലോ. ജൂ ബീച്ചിൽ വരികയാണെങ്കിൽ ഈ ഒരു സമയത്ത് വരണം കേട്ടോ, ഒരു 5-6 മണി തൊട്ട്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റും. ജൂ ബീച്ച് എപ്പോഴും ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, പക്ഷേ രാത്രി ആകുമ്പോഴേക്കും ഫുൾ ആൾക്കാരായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ഫുഡ് സ്റ്റോൾസാണ്. അവിടെ നിന്ന് ട്രൈ ചെയ്യേണ്ട കുറേ അധികം ഫുഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ബീച്ച് ബർത്ത്ഡേസ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതായിരുന്നു ബീച്ചിലൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ഇനി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലൊക്കെ കണ്ട് രാത്രി മറൈൻ ഡ്രൈവിലൊക്കെ ഇരുന്നിട്ട് ഡേ അങ്ങനെ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ പോയോണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. ഈ സൈഡിൽ കണ്ടോ, ഇത് ഇപ്പോൾ അന്നത്തെ അറ്റാക്കിന് ശേഷം പുതിയതായിട്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ നേരെ മുമ്പിലുള്ളതാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. എല്ലാ ദിവസവും രാത്രി ഇതുപോലെ ശിവാജി മഹാരാജിനെ കുറിച്ചിട്ടുള്ള കഥ ഇതിൻ്റെ മുകളിൽ പ്രസൻറ്റ് ചെയ്യും കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറേ നേരം നോക്കി നിന്ന് നേരെ നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് വിട്ടു. അപ്പോൾ ഇപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിലെത്തി. ഞങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ സ്ഥലത്ത് പോയിട്ട് കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഞങ്ങൾ എല്ലാ സ്ഥലത്തും ജസ്റ്റ് പോയി വന്നതല്ലേ. യെസ്, കറക്റ്റ് ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ. സ്റ്റിൽ ഞങ്ങളുടെ ഫാമിലി വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്യണം അല്ലേ. രാത്രി എല്ലാവരും കൂടെ അവിടെ വന്നിരുന്നിട്ട് സംസാരിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ സംസാരമെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാം. Girl is behind. Oh my god. Head on the tortoise. Head on the tortoise. Go. Girl nahi hai, dono ladke. Girl alla. നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പേർഷ്യൻ ദർബാറാണ് കേട്ടോ. ഒരു അടിപൊളി സ്പോട്ടാണ്.
അപ്പോൾ ഞങ്ങൾ ഡിന്നറെല്ലാം കഴിച്ച് അങ്ങനെ ഞങ്ങളുടെ ഡേ എൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഫസ്റ്റാണ്, എൻ്റെ ബിഗിനിങ് ഫേസാണ് ഈ വ്ളോഗിങ്ങിൽ. അപ്പോൾ അതിൻ്റെ കുറേ തെറ്റുകളുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഞാനൊരു പുതിയ വ്ളോഗായിട്ട് വരുന്നത് വരെ ബൈ.